ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ചാമ്പ്യൻ അലക്സാണ്ടർ വോൾക്കനോസ്കിയെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. MMA മലയാളം റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇത് നമ്മുടെ UFC 314 പിന്നെ നമ്മുടെ സൂപ്പർ ഹ്യൂമൻ സീരീസും കൂടിയാണ്. സൂപ്പർ ഹ്യൂമൻ സീരീസിലെ 4ാമത്തെ എപ്പിസോഡ് കൂടിയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സൂപ്പർ ഹ്യൂമനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അത് മറ്റാരുമല്ല, അലക്സ് വോൾക്കനോസ്കി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഈ അടുത്ത കാലത്തെങ്ങും ആരും നടത്തിയിട്ടില്ല. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഭീകരമായിട്ടുള്ള 2 നോക്കൗട്ടിന് ശേഷം തിരിച്ചു വന്ന് ചാമ്പ്യൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സൂപ്പർ ഹ്യൂമനിസം വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. സോ കൺഗ്രാജുലേഷൻസ്. എന്താ പറയുക, ഗ്രേറ്റ് മാൻ. അതാണ് അലക്സ് ദ ഗ്രേറ്റ് വോൾക്കനോസ്കി. അപ്പോൾ ഈ വീഡിയോയും ഈ കണ്ടന്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം ഈ വീഡിയോ എൻ്റെ കാഴ്ചപ്പാടോ മറ്റാരുടെ കാഴ്ചപ്പാടോ ഒന്നുമല്ല. ഇത് നമ്മുടെ അലക്സ് വോൾക്കനോസ്കിയുടെ തന്നെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും അലക്സ് വോൾക്കനോസ്കിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ മൂപ്പര് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് യുദ്ധത്തിൽ പോരാടിയ പോരാളി സ്വയം പരിക്കുകളോടെ, മുഖം ഫുള്ള് പരിക്കാണ് വോൾക്കനോസ്കിയുടെ. അദ്ദേഹം സ്വയം വന്ന് ആ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇതിലും അപ്പുറത്ത് വേറൊരു അനാലിസ്റ്റിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഓസ്ട്രേലിയൻ ഇംഗ്ലീഷിൽ സംസാരിച്ച കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. നമുക്ക് സ്ട്രൈറ്റ് അവേ ടെക്നിക്കൽ ഇഷ്യൂയിലേക്ക് വരാം. മക്കളെ, ഇത് ഒരു 15.5 മിനിറ്റുള്ള വീഡിയോ ആണ്. 15:30 ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് മൂപ്പര് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വേണേ എൻ്റെ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സ്ട്രൈറ്റ് അവേ, അതായത് ആ 15.5 മിനിറ്റ് വോൾക്കിൻ്റെ സംസാരം അങ്ങനെ തന്നെ നമുക്ക് കേട്ടിരിക്കാം. നമുക്ക് ബോറടിക്കത്തില്ല. കാരണം പുള്ളി ഫൈറ്റ് ചെയ്ത കക്ഷി സ്വയം വന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ നടത്തുവാണ്. എനിക്ക് തോന്നുന്നു അതും ഒരു റെയർ സംഭവമാണെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പോരാളികൾക്കെല്ലാം തന്നെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്. വി ആർ ബ്ലെസ്ഡ്. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് അവേ ടെക്നിക്കൽ ഇഷ്യൂയിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ വോൾക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോപ്പസ് ടഫാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ വോൾക്കിൻ്റെ ടീമിനെക്കാട്ടിലും വിചാരിച്ചതിനേക്കാട്ടിലും ടഫറായിരുന്നു ഡിയാഗോ ലോപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇവർക്കറിയാം ലോപ്പസിൻ്റെ ഷോട്ട്സ് ടഫാണ്, അവൻ്റെ കൗണ്ടറും സൂപ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇടി കൊടുക്കുക, കൊട്ടുകൊടുക്കുക, കീപ് മൂവിങ്. അതായത് ഇങ്ങനെ മടി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇടിയുള്ളൂ, ലോപ്പസിൻ്റെ ഇടിയുള്ളൂ. എന്നിട്ടും ഇടി കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വോൾക്കിൻ്റെ കണ്ണ് ഫുള്ള് പഞ്ചറായിരിക്കുവാണ്, ഫുള്ള് പരിക്കാണ്. ഓക്കെ, അപ്പോൾ കീപ് മൂവിങ്. അപ്പോൾ ആ മൂവിങ് എന്ന് പറഞ്ഞാൽ കാർഡിയോ വേണം. അപ്പോൾ ആ കാർഡിയോന് നല്ലോണം വോൾക്ക് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ കണ്ടന്റിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ് വാസ് സംതിങ് ഗ്രേറ്റ്. പിന്നെ വോൾക്ക് തന്നെ പറയുന്നുണ്ട്, വോൾക്കിന് തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം വോൾക്കിൻ്റെ ആ ജാബ്സ് ഉണ്ടല്ലോ, നല്ലോണം സുന്ദരമായിട്ടുള്ള ജാബ്സ്, അത് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു ലോപ്പസിനെ. അത് ലോപ്പസിനെ ഇച്ചിരി ബാക്ക് ഫുട്ടിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ് വോൾക്ക് പറഞ്ഞത്, നല്ലൊരു സൈക്കോളജിക്കൽ പോയിന്റാണ്. നോർമലി ഡിയാഗോ ലോപ്പസിൻ്റെ ഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ലോപ്പസ് അങ്ങനെ വലിയ ടേക്ക് ഡൗൺ ഡിഫൻസിന് കുറച്ച് കാണിക്കാറുണ്ട്, പക്ഷേ വലുതായിട്ട് സ്ട്രെസ് ചെയ്യാറില്ല. കാരണം ലോപ്പസിന് അറിയാം, ലോപ്പസിനെ താഴെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോപ്പസിന് ജുജുത്സു ഉണ്ട്, അപ്പോൾ ആ സ്കില്ല് യൂസ് ചെയ്യാന്ന്. പക്ഷേ വോൾക്കിന് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോൾക്ക് ആ ടേക്ക് ഡൗൺ സ്കില്ല് കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ റെസ്ലിംഗ് സ്കില്ല് കാണിച്ചപ്പോൾ ലോപ്പസിന് അല്പം പവർ കുറയുന്ന പോലെ, അതായത് വോൾക്കിന് നല്ലൊരു കോൺഫിഡൻസ് അവിടെ കാണിക്കാൻ പറ്റിയെന്നുള്ളതാണ്, നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ലോപ്പസ് കുറച്ചൊക്കെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി വോൾക്കിനെ ഇങ്ങനെ ആ ക്ലിഞ്ചൊക്കെ ഉണ്ടല്ലോ വോൾക്കിൻ്റെ, അതായത് വോൾക്കിന് തന്നെ വോൾക്കിൻ്റെ റെസ്ലിംഗ് ഗെയിമിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഫീൽ ചെയ്തു. അത് കാരണം കൊണ്ട് തന്നെ ലോപ്പസും അത് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ആ ഒരു റെസ്ലിംഗ് ക്ലിഞ്ചൊക്കെ ചെയ്ത് കേജിൽ കൊണ്ടുപോയി കൺട്രോൾ ചെയ്തിട്ട് വോൾക്ക് അവിടെ നിന്ന് ഇടി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ലോപ്പസിന് ഹേർട്ട് ആവുന്നുണ്ടായിരുന്നു. സോ ലോപ്പസ് സ്റ്റാർട്ടഡ് റെസ്പെക്ടിങ് ഇറ്റ്. സോ അത് വോൾക്കിന് ഒരു നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അതൊരു വോൾക്ക് പറഞ്ഞ ഒരു വളരെ ആഴത്തിലേറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, ദെൻ വോൾക്ക് സീരിയസ്ലി ലോപ്പസിൻ്റെ ചിൻ, ആ ഒരു താടി ഉണ്ടല്ലോ, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം വോൾക്ക് തന്നെ പറയുന്നുണ്ട്, വോൾക്ക് ശരിക്കും ഷോട്ട്സ് കൊടുത്തിരുന്നു ലോപ്പസിന്, പക്ഷേ ലോപ്പസിന് അത് കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷേ ലോപ്പസ് വീണ്ടും മുന്നേക്ക് കയറി വരികയായിരുന്നു. നിങ്ങളിപ്പോൾ തന്നെ ഗൂഗിളിൽ പോയി ജസ്റ്റ്
വോൾക്ക് ലോപ്പസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസ് വരും. അതിനകത്ത് ഫുള്ള് വോൾക്ക് ഇടിക്കുന്ന ഫോട്ടോസാണ്. എന്നിട്ട് ഈ ഇങ്ങേരുടെ ലോപ്പസിൻ്റെ ചിഹ്ന് ഫുള്ളി മാങ്ങ ചപ്പിയിരിക്കില്ലേ, അതുപോലെ ഇരിക്കുന്നത്. നല്ല ഷോട്ട്സ് കൊണ്ടുവന്നിട്ട്. പക്ഷേ ഫോർ സം റീസൺ ലോപ്പസ് ചിൻ ഈസ് വെരി സ്ട്രോങ്, നല്ല റെസിലിയൻ്റ് ആണ്. ദാറ്റ് ഈസ് സം ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലോപ്പസ് മുന്നേക്ക് കയറി വരുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ റൗണ്ടിലോ മറ്റോ ലോപ്പസിൻ്റെ ആ നോക്ക് ഡൗൺ ഒരെണ്ണം കണക്റ്റ് ആയിട്ടുണ്ട്, വോൾക്ക് താഴെ വീണിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വോൾക്ക് പറയുന്നുണ്ട്. അതായത് വോൾക്ക് ഒരു ഓക്വേർഡ് ആംഗിളിൽ നിന്നതുകൊണ്ടാണ് അത് പറ്റിയത്. ഒരു ബാലൻസ്, ഓഫ് ബാലൻസ് ആയിപ്പോയി. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് സങ്കല്പിക്കുക. അതായത് നമ്മൾ ബോക്സിങ്ങിലാണെങ്കിലും ജൂഡോ ആണെങ്കിലും റെസ്ലിങ്ങിനാണെങ്കിലും ഏകദേശം ഇതൊക്കെയാണ് ഒരു സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓഫ് ബാലൻസ് ആയി പോകും. അപ്പോൾ വോൾക്ക് തന്നെ പറഞ്ഞത്, വോൾക്ക് ആ ഒരു പൊസിഷനിൽ ലോപ്പസിൻ്റെ ഒരു പഞ്ച് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ ചാഞ്ഞു. അപ്പോഴാണ് ആ ഒരു സംഭവം സംഭവിച്ചത്, താഴേക്ക് പോയത്, നോക്ക് ഡൗൺ ആയത്. അത് പുള്ളി ലോപ്പസിന് മാർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ വീഡിയോൻ്റെ 6:48, 6 മിനിറ്റ് 48 സെക്കൻഡിൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, സ്ട്രൈറ്റ് അവേ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി വോൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഏതാണ്? ടൈമർ 6:48, ടോട്ടൽ 15 മിനിറ്റിൻ്റെ വീഡിയോ ആണത്. അപ്പോൾ അവിടെ വോൾക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ റൗണ്ടിലോ മറ്റോ ലോപ്പസിൻ്റെ ഒരു പഞ്ച് എന്ന് പറഞ്ഞാൽ കൈയുടെ ഈ തമ്പ് ഏരിയ ഉണ്ടല്ലോ, അത് വോൾക്കിൻ്റെ ലെഫ്റ്റ് ഐയിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ഇടി ഭയങ്കരമായിട്ട് വോൾക്കിനെ എഫക്റ്റ് ചെയ്തു കുറച്ച് നേരത്തേക്കെങ്കിലും. കാരണം ആ ഇടി കൊണ്ടപാടെ വോൾക്കിന് കണ്ണ് മരവിച്ചതായിട്ട് ഫീൽ ചെയ്തു. ലെഫ്റ്റ് ഐ പുള്ളിക്ക് ഫീൽ ചെയ്തു, കണ്ണെല്ലാം കൂടി ഇങ്ങനെ വീർത്ത് കെട്ടി വരുമെന്ന്. പുള്ളിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പം ഇവൻ അടുത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഒരു ഫീലിംഗ് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് വോൾക്ക് വൈൽഡായിട്ട് സ്വിങ് ചെയ്യും, കാരണം ഇടിക്കണോ ഇല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല അവന്. പിന്നെ പുള്ളി പറയുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് വോൾക്ക് പറയുന്നത് ആ കാഴ്ച തിരിച്ച് കിട്ടി, ഒരു ബ്ലഡ് മങ്ങിയ പോലെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് വോൾക്കിന് ഇത്തിരി ആശ്വാസമായത്. അതുവരെ വോൾക്കിന് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഫൈറ്റേഴ്സ് എല്ലാവരും തന്നെ ഇവർ ഹ്യൂമൻസ് അല്ല. ഇവരുടെ എൻറ്റയർ ജീവിതത്തിൻ്റെ ആക്ടിവിറ്റീസ് കാരണം, ഇവരുടെ ട്രെയിനിങ് കാരണം ദേ ആർ നോ മോർ ഹ്യൂമൻസ്, ദേ ആർ സൂപ്പർ ഹ്യൂമൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സൂപ്പർ ഹ്യൂമൻ എപ്പിസോഡിൽ നമ്മൾ വോൾക്കിനെ എടുത്തിരിക്കുന്നത്. അതൊരു അഡ്വേഴ്സിറ്റി ആയിരുന്നു, ബട്ട് അഡ്വേഴ്സിറ്റി ബിക്കേം എ പ്രിവിലേജ്, റൈറ്റ്? പിന്നെ അതുകൊണ്ടാണ് ഏകദേശം 4th റൗണ്ട് ചിലപ്പോൾ ലോപ്പസിന് കൊടുത്തേക്കാം എന്ന് വോൾക്കിൻ്റെ ടീമിനൊരു ഫീലിംഗ് ഉണ്ടായി. വോൾക്ക് ആ 4th റൗണ്ടിന് ശേഷം കോർണറിൽ വന്നല്ലോ. അപ്പോൾ ഇവരുടെ കോർണർ പറഞ്ഞു, മക്കളെ 4th റൗണ്ട് എന്താവും നമുക്കറിയത്തില്ല, ഈ 5th റൗണ്ട് നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, നമുക്കിത് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ വോൾക്ക് പറഞ്ഞു ഡൺ റെഡി. അപ്പോൾ ആ ഒരു മോട്ടിവേഷനോട് കൂടിയാണ് വോൾക്ക് തിരിച്ച് ഫൈറ്റിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ 5th റൗണ്ടിലോ അവസാന റൗണ്ടുകളിലൊക്കെ വോൾക്ക് പറഞ്ഞ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അതായത് ലോപ്പസ് ഒരു ട്രാപ്പ് ആയിരുന്നു എന്നൊരു സംശയവും വോൾക്കിനുണ്ട്. അതായത് ലോപ്പസ് ഇങ്ങനെ ഡയലോഗ് അടിക്കുക, കമാൻ ലെറ്റ്സ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് വോൾക്കിൻ്റെ എക്സ്പീരിയൻസ്. വോൾക്കിനറിയാം അതൊക്കെ ട്രാപ്പാണെന്നുള്ള അറിയാം. വോൾക്ക് അതിൻ്റെ ഒരു സൈക്കോളജി വോൾക്ക് പറയുന്നുണ്ട്. അതായത് ഡയലോഗിലൊന്നും പുള്ളി വീഴില്ല. പിന്നെ ഈ ഡയലോഗിൻ്റെ കൂടെ ഇടിയും കൂടെ കണക്റ്റ് ആകുമ്പോൾ വോൾക്കും തിരിച്ച് ഫയറപ്പ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ വോൾക്ക് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയലോഗ് മാത്രമേ വന്നുള്ളൂ, ഇടിയൊന്നും കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ വോൾക്ക് വാസ് വെരി കൂൾ. ഓക്കെ, വോൾക്ക് ഒരു ജാബ് കൊടുക്കും, ഓടും, പിന്നെ ഒരു ജാബ് കൊടുക്കും, ഓടും. അപ്പോൾ അത് നാട്ടുകാർക്ക് ചില നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് അവർ ഡയലോഗ് അടിക്കുന്നത്, വോൾക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ല, അതൊക്കെ സ്ട്രാറ്റജിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ജയിക്കുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഭയങ്കര വൈൽഡായിട്ട് കാണിക്കുക എന്നുള്ളതല്ലല്ലോ, ഫൈറ്റ് ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു. പിന്നെ ദാറ്റ്സ് ഓൾ. ഇതൊക്കെയാണ് ഡീപ്പായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഇതിന് ശേഷം വോൾക്ക് ഈ പോയിന്റുകൾക്ക് ശേഷം വോൾക്ക് വളരെ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുകയായിരുന്നു. നമ്മളത് കേട്ടിരുന്നു പോകും കേട്ടോ. അതായത് പുള്ളി പറയുന്നുണ്ട് ലോകമെമ്പാടും പുള്ളിനെ ഡൗട്ട് ചെയ്തു. അതിന് പുള്ളി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ. കാരണം പുള്ളിയുടെ അവസ്ഥ അതായിരുന്നു. പക്ഷേ ആ അവസ്ഥയെ പുള്ളിക്ക് അനുകൂലമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. പുള്ളി എല്ലാ ഡൗട്ടേഴ്സിനെയും സൈലൻസ് ചെയ്തു. തീർച്ചയായിട്ടും പുള്ളി ചാമ്പ്യനായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു 11:45 നിങ്ങൾ ആ ഒരു ക്ലോക്കിൻ്റെ ടൈമറിൻ്റെ 11:45 പോവുക. 11:45 മുതൽ 15:30 വരെ പുള്ളിയുടെ ക്ലാസ് ഒന്ന് കേട്ടു നോക്കുക. പുള്ളിയുടെ സൈക്കോളജിക്കൽ ഫിലോസഫിക്കൽ ക്ലാസ് ഉണ്ട്. വോൾക്ക് പറയുന്നുണ്ട് ഈ അഡ്വേഴ്സിറ്റി ഈസ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് പുള്ളി തോറ്റല്ലോ, പുള്ളിക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. അത് പുള്ളി ഒരു പവറാക്കി മാറ്റി. ആ പവറാക്കി മാറ്റിയതാണ് പുള്ളി ജയിക്കാൻ കാരണം എന്നാണ് വോൾക്ക് പറയുന്നത്. ഇതൊരു ഗ്രേറ്റ് സംഭവമാണ്. കാരണം ഈ ഫൈറ്റ് നമ്മളെല്ലാവരും മാത്രമല്ല കണ്ടത്, കുറേ ഫൈറ്റേഴ്സ് ഇത് കാണുന്നുണ്ട്. ആ കളി കാണാൻ അവിടെ കമാർ ഉസ്മാൻ ഉണ്ടായിരുന്നു, അഡെസാനി ഉണ്ടായിരുന്നു. ഇവരെല്ലാം മോട്ടിവേറ്റ് ആവും. കാരണം ഇവരെല്ലാം ബെൽറ്റ് നഷ്ടപ്പെട്ടവരാണ്, പ്രീവിയസ് ചാമ്പ്യൻസ് ആണ്. ഇവരെല്ലാം മോട്ടിവേറ്റ് ആവും. എന്തിനേറെ പറയുന്നു,
നമ്മുടെ ലീഗസിക്കാർ വരെ മോട്ടിവേറ്റ് ആവും. നമ്മുടെ മക്കാശേവി ഫൈറ്റ് കണ്ടിട്ടുണ്ടാവും, പുള്ളി മോട്ടിവേറ്റ് ആവും, എന്തുകൊണ്ട് എനിക്ക് ഇല്ലിയായിട്ട് ഫൈറ്റ് ചെയ്തുകൂടാം. നമ്മുടെ ജോൺ ജോൺസ് പുള്ളി മോട്ടിവേറ്റ് ആവും, എന്തുകൊണ്ട് എനിക്ക് ടോം ആസ്പിരിൻ. അപ്പം എന്തുകൊണ്ടും ഇന്നലത്തെ UFC 314 ഒരു ഗ്ലോറിയസ് ഇവൻ്റ് ആയിരുന്നു എല്ലാം കൊണ്ടും. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ്, അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. കുറച്ച് ആളുകളൊക്കെ, വോൾക്കിൻ്റെ അടുത്ത സുഹൃത്തുക്കളും കുറച്ച് ആളുകളൊക്കെ, UFC ആളുകളൊക്കെ പുള്ളിയോട് ചോദിച്ചു, ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ട് എന്താണ് വോൾക്കെ ഒരു സന്തോഷമില്ലാത്തത്? അത് വോൾക്ക് പറഞ്ഞ 2 റീസൺ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കേസ് പെയിൻ. ഇപ്പോഴും ഈ ഫൈറ്റിന് ശേഷവും പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. കാരണം വായുടെ ഉള്ളിലൊക്കെ ഹിറ്റുണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റൽ ചെക്കപ്സ് ബാക്കിയുണ്ട്, കാരണം അത്രയ്ക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്ക് ഹാപ്പിയാണ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന്. പക്ഷെ വോൾക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും കുറച്ചുകൂടി നല്ലോണം ചെയ്യാമായിരുന്നു. എൻ്റെ പൊന്നെ, ഇതൊക്കെയാണ് ചാമ്പ്യൻഷിപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ വോൾക്ക് ഈസ് എ സൂപ്പർ ഹ്യൂമൻ അല്ലേ? നമ്മൾക്കാർക്കും അതിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണം, സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ഗോ.